الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. صدق الله ومولانا العظيم. وقال النبي صلى الله عليه وسلم: من قرأ القرآن يشفع له يوم القيامة. صدق رسول الله. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് പറയുന്ന ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവന്റെ പ്രകാശമാകുന്ന ഖുർആൻ, അവന്റെ കലാമാകുന്ന ഖുർആൻ അത് ജീവിതത്തിൽ പകർത്തുന്നോറും അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ റഹ്മാനായ അല്ലാഹു ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ സഹോദരങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കും വിശിഷ്യായി മുബാറക്കായി സദസ്സിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് പോലും നീ നൽകല്ല റബ്ബേ. എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണം അല്ലാഹ്. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണേ റബ്ബേ. പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ദുനിയാവിൽ നീ താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷണവും നീ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ ഓളങ്ങളിലൂടെ, അതിന്റെ ഓരോ ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ 26 ആയത്തുകളോളം നമ്മൾ വിശദീകരിച്ചു. ഖുർആനിന് ഒരു വാക്കത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആകെ പറഞ്ഞത് ഖുർആൻ നിങ്ങൾ പൂർണ്ണമായിട്ട് മനഃപ്പാഠം ചെയ്യുക, ഹിഫ്ള് ചെയ്യുക. എന്നിട്ട് ഹിഫ്ള് ചെയ്യുമ്പോൾ ഓരോ ആയത്തുകളും പിന്നീട് എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോന്നിനും ഓരോ തഫ്സീറുകളായിട്ട്, അതിന്റെ വിശദീകരണങ്ങളായിട്ട് അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണമെന്നാണ്. ഒരായത്തിന് തന്നെ, ഒരു ലഫ്ദിന് തന്നെ എത്രയോ മായനകൾ, അർത്ഥങ്ങളുള്ള ഗഹ്യമായ തഫ്സീർ, വിശദീകരണമുള്ള ഒന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളത്. നമ്മൾ വിചാരിക്കില്ലേ, നമ്മളിപ്പോൾ ഒരു ചെറുതായിട്ട് നമ്മുടെ ഒരു അർത്ഥം വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു പേര്, അല്ലെങ്കിൽ ഒരു അറബി വാക്ക്, ഇതൊക്കെ പറഞ്ഞ് കേവലം
ഒരു പക്ഷേ അതിന് ഒരർത്ഥം ഉണ്ടാവുള്ളൂ. ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയല്ല. ഖുർആന്റെ ആയത്തുകൾക്ക് ഒരായത്തിന്റെ ഒരു ചെറിയ ലഫ്ളിന് തന്നെ എത്രയോ മാനകളുണ്ട്, അർത്ഥങ്ങളുണ്ട്. അതാണല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ യാസീൻ, അത് സത്യത്തിൽ യാ, സീന്, നൂന്, 3 അക്ഷരമേ ഉള്ളൂ. ഈ യാസീനിൽ ഒരുപാട് ലഫ്ലുകളിൽ, ആ ഒരു 3 ലഫ്ലുകളിൽ തന്നെ എത്രയോ ഗഹ്യമായ 11 വാള്യങ്ങളടങ്ങുന്ന 500-ഉം 600-ഉം പേജുകളുള്ള കിതാബുകൾ വരെ രചിച്ചവരുണ്ട്. ഒരൊറ്റ വാചകത്തിന്റെ പ്രശ്നമാണ് അത് എത്രത്തോളം ഉണ്ടാവുന്നത്. അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ ഒരു ലഫ്ലിന് തന്നെ എത്രയോ അർത്ഥങ്ങളുണ്ട്, എത്രയോ വിശദീകരണങ്ങളുണ്ട്. അപ്പൊ ഓരോ വിശദീകരണങ്ങളും നമുക്കറിയാവുന്ന രൂപത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നാം ഓതുമ്പോൾ നമ്മുടെ കൽബ് പ്രകാശിക്കുന്നതാണ്. ഒരു സ്വഹാബി നബിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നലെ രാത്രി ഞാൻ കുതിരകൾക്കിടയിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. എന്റെ കുതിരകളുടെ ആലയിൽ വെച്ചിട്ട്, കുതിരകളെ കെട്ടിയിട്ട് ആലയിൽ വെച്ചിട്ട് ഞാൻ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. മഹാനായ ഹുദൈർ ബിൻ യഹ്യാ റളിയല്ലാഹു തആല അൻഹുവാണ് വന്നിട്ട് പറയുന്നത്, ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കുതിരകൾ ഇങ്ങനെ ചാടാൻ തുടങ്ങും. ഞാൻ പോത്ത് നിർത്തുമ്പോ പിന്നെ സൈലന്റ് ആയി, പിന്നെ ഒന്നുമില്ല. വീണ്ടും ഞാൻ ഖുർആൻ ഓതി, അപ്പൊ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ കുതിരകൾ ഇങ്ങനെ ചാടി കളിക്കുക. വീണ്ടും ഞാൻ ഖുർആൻ നിർത്തി. ഞാൻ ഭയപ്പെട്ടു പോയി. തൊട്ടടുത്ത് എന്റെ മകൻ കിടന്നുറങ്ങുന്നുണ്ട്. യഹിയ എന്ന് പറയുന്ന എന്റെ പൊന്നാന മോനും കിടന്നുറങ്ങുന്നുണ്ട്. ആ മോന്റെ അടുത്തേക്കെങ്ങാനും കുതിര ചാടിയിട്ട് വന്നാൽ മകന്റെ ഉറക്കം പോകുമല്ലോ, ഡിസ്റ്റർബായി പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഖുർആനോത്ത് നിർത്തി. അപ്പൊ ഞാൻ ഖുർആനോത്ത് നിർത്തി. അപ്പൊ കുതിര സൈലന്റ് ആയി. വീണ്ടും ഞാൻ ഓതി. അപ്പോ വീണ്ടും കുതിര ചാടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ മേൽപോട്ട് ഞാൻ ഇരിക്കുന്ന ആ ആലയുണ്ടല്ലോ, കുതിരയെ കടത്തിയ ആലയുണ്ടല്ലോ, ആ ആലയുടെ തൊട്ടിപ്പോ മുകളിലായിട്ടൊരു വലിയ പ്രകാശം കാണുന്നു. ഈ പ്രകാശം കുറച്ച് ഞാൻ ഖുർആൻ ഓതുമ്പോ ഈ കുതിര ചാടുകയും ചെയ്യും. ഈ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിതിങ്ങനെ തുടർന്നു. അവസാനം ഇനിയും തുടർന്ന ഒരു പക്ഷേ കുതിരകളെല്ലാം ചാടി എൻ്റെ മോന്റെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ ഉറക്കം ഡിസ്റ്റർബാകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒത്തു നിർത്തി. ഈ സംഭവം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഈ സ്വഹാബി ഇങ്ങനെ പറയാണ്. നമ്മളൊക്കെ ചിന്തിക്കണം. ഈ സ്വഹാബി വന്നിട്ട് ഇങ്ങനെ പറയാണ്, യഹ്യ ബിൻ ഹുദൈർ എന്ന് പറയുന്ന ഈ സ്വഹാബി വന്നിട്ട് നബിയോട് സങ്കടം പറയും, നബി എങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ അല്ലാഹു റസൂൽ പറയും, എന്തിനാണ് ഹുദൈറേ ഖുർആൻ നിർത്തിയത്? ഓതാമായിരുന്നില്ലേ? കുതിര ചാടട്ടെ, വീണ്ടും എന്തിനാ ഓത്ത് നിർത്തിയത്? ഓതിപ്പോ വീണ്ടും ഓത്ത് നിർത്തുന്നത് എന്തിനാ? അങ്ങനെ ഹുദൈർ ബിൻ യഹ്യ റളിയല്ലാഹു തആല നബിയോട് പറഞ്ഞു, നബിയേ, എനിക്ക് ഖുർആൻ ഓത്ത് നിർത്താൻ മടിയായിട്ടല്ല നിർത്തിയത്. എന്റെ മകന്റെ ഉറക്കം മാറുമോ, ആ മകനെ കുതിര ചവിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഖുർആൻ ഓത്ത് നിർത്തിയതെന്ന് സയ്യിദുനാ ഹുദൈർ ബിൻ യാസിർ റളിയല്ലാഹു തആല പറയുകയാണ്. ഹുദൈർ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, അത് ഭയപ്പെട്ടിട്ടാണ് ഞാൻ ഖുർആൻ ഓത്ത് നിർത്തിയത്. ആ കുതിര ചാടുന്നത് കണ്ട് എന്തിനാ ഓത്ത് നിർത്തിയത്? വീണ്ടും ഓതിക്കൂടായിരുന്നില്ലേ? അങ്ങനെ ഓതിക്കൂടായിരുന്നില്ലേ? പിന്നെ പറഞ്ഞു, നബിയേ, ഈ കുതിര ചാടുന്നത് പോലെ തന്നെ ഒരു പ്രകാശം എന്റെ കുരയുടെ മുകളിൽ, ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആലയുടെ മുകളിൽ ഇങ്ങനെ ഒരു പ്രകാശം വട്ടമിട്ട് വരാറുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുദൈറേ,
നീ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് മാലാഖമാർ വന്നിരിക്കുകയാ. നീ ഓത്ത് നിർത്താതെ സുബഹി വരെ ആ ഓത്ത് തുടങ്ങുകയാണെങ്കിൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് മുഴുവനും അല്ലാഹുവിന്റെ മാലാഖമാരെ കാണാൻ കഴിയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഓതുമോ നീ ഖുർആൻ നിൻ വീട്ടിലുണ്ട്, പ്രകാശമതൊന്ന് നോക്കണേ. ഓതുന്ന ഖുർആൻ അത് വീട്ടിലാണെങ്കിൽ അതിൽ പ്രകാശമുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വഹാബി പറയാണ്, ആ ഓത്ത് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്കെല്ലാം കാണാമായിരുന്നു അള്ളാഹുവിന്റെ മാലാഖമാരെ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാ. എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമ് പാരായണം ചെയ്യുന്ന വീട്, സ്ഥലം, സ്ഥാപനം, ഇതിന്റെ ഒക്കെ ചുറ്റുഭാഗത്ത് അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്നാണ് അവര് പ്രകാശം കൊടുക്കുക. ഈ മനുഷ്യന് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുടെ തലയുടെ മുകളിൽ പ്രകാശം വരികയാണ്. അതാണല്ലോ ഇൽമു പഠിക്കുന്ന, ഖുർആൻ പാരായണം, ഖുർആൻ പഠിക്കുന്ന ഒരു വഴിയിലേക്ക് പ്രവേശിച്ച മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടാൽ പോലും സ്വർഗത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. അത് നമ്മൾ ഇശാനിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ സമയത്തൊക്കെ മലക്കുകൾ ഒരു സെക്കൻഡ് നേരം ഖുർആൻ ഓതുന്നതിൽ നിന്ന് മാറിപ്പോവുകയാണ്. ആ സമയം വരെ നമ്മോട് കൂടെ ഉണ്ടാകുന്നത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. മലക്കുകൾ നമ്മോടൊപ്പം ഉണ്ടാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആൻ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഖുർആൻ ഒരാൾ പാരായണം ചെയ്താൽ, ഖുർആൻ ഒരാൾ കേട്ടാൽ, അല്ലെങ്കിൽ ഖുർആനുമായി ഒരാൾ ബന്ധപ്പെട്ടാൽ എന്തുമാത്രം പ്രതിഫലമാണ് ലഭിക്കുന്നത്. നമ്മൾ പറയുന്നത് തന്നെ ഖുർആൻ ക്ലാസ് അല്ലേ? ആ ഒരു വാക്ക് തന്നെ നല്ല ശൈലിയാണ്. മതപഠന ക്ലാസ് എന്ന് പറയുന്നേക്കാതല്ല ഖുർആൻ ക്ലാസ്. സത്യത്തിൽ ആ ഖുർആൻ ക്ലാസ് എന്ന് പറയുന്നതിൽ തന്നെ ബർക്കത്താണെന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഖുർആൻ പഠിക്കുന്നതിലാണ് ലോകത്തെ ഏറ്റവും വലിയ ജോലി ഏതാ ചോദിച്ചു, അത് ഖുർആൻ പഠിപ്പിക്കലും ഖുർആൻ ഓതലും പഠിപ്പിക്കലുമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഖുർആൻ ഓതുക, അല്ലെങ്കിൽ മുസ്തമിയാകുക, അത് കേൾക്കുക, അതല്ലെങ്കിൽ അത് പഠിപ്പിക്കുക. ഈ ഒരു ജോലിയാണ് ഏറ്റവും വലിയ ജോലി. അതിന് പ്രായപരിധികളില്ല, അതിന് തടസ്സങ്ങളില്ല. പക്ഷെ പിശാച് എന്ന് പറയുന്ന ആ ചങ്ങായി ഒന്ന് കെട്ടിയിടണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ വല്ലാതെ എന്ത് ചെയ്യില്ല, മനുഷ്യന്റെ ശരീരത്തെ വാരി മുറുക്കിയിരിക്കും, കെട്ടിയിടും. എന്നിട്ട് പറയും പോട്ട. അതിപ്പോ ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അല്ല എങ്ങനെ പറഞ്ഞു മനുഷ്യനെങ്ങനെ എന്ത് ചെയ്യും, ഒരു കെട്ടിടിപ്പിക്കുന്നു. ആ കെട്ട് പിന്നെ മുറിച്ച് കളയുന്നത് അതൊക്കെ മാറ്റി നിർത്തി നമ്മൾ വരുമ്പോഴാണ്. അള്ളാഹു ശ്രദ്ധ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിന്റെ ഉള്ളിന്റെ അകത്തളത്തിലേക്ക് ഖുർആനിന്റെ ഓരോ ആയത്തുകളും കയറിയാൽ കരച്ചിൽ വന്നിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് കരയണമെന്നാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. സഹാബത്ത് അങ്ങനെയായിരുന്നു, കരഞ്ഞിട്ട ഖുർആൻ ഓതിയിരുന്നത്. അതാണ് നമ്മളിപ്പോഴും ചില ഓത്തുകളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഓതണം, ആ ശൈലിയിൽ തന്നെ ഓതണം. നല്ല മധുരമായ രൂപത്തിൽ ഖുർആൻ ഓതുന്നത് നബിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നബി പലരുടെയും ഖുർആൻ ഓതുന്നത്. അള്ളാഹുവിന്റെ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ മദീനയിലെ പള്ളിയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ മുഹാജിറുകളൊക്കെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്വഹാബി, ഒരു മുഹാജിറിൽപ്പെട്ട, മക്കയിൽ നിന്ന്, മുഹാജിർ എന്ന് പറഞ്ഞാല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവർക്കാണ് ഈ മുഹാജിർ എന്ന് പറയുക. മുഹാജിർ പറഞ്ഞ ഹിജ്റ ചെയ്തവർ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് അവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ പ്രശ്നങ്ങൾ സഹിച്ചവരാണ് മുഹാജിറുകൾ. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്നും അവരുടെ പോലെ ഒരു പ്രയാസവും പോലും സഹിച്ചിട്ടില്ല. 1% പ്രയാസം നമുക്കുണ്ടായിട്ടില്ല മുസ്ലിമായി എന്നതിൽ. പക്ഷെ അത്രയും ത്യാഗങ്ങൾ സഹിച്ച ആ സ്വഹാബികൾ, ചിലർ വീടിട്ടെറിഞ്ഞു പോയി, കുടുംബം, വാപ്പ, ഉമ്മ, മക്കൾ, ഭാര്യ എല്ലാവരും ഇട്ടെറിഞ്ഞു പോയിട്ടുണ്ട്. എന്താ?
അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ സഹിച്ചവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മുഹാജിറുകൾ. അങ്ങനെ അവര് മദീനയിൽ വന്നു. ആ മദീനയിൽ വന്നപ്പോ മദീനക്കാർ ഒന്നടങ്കം അവരെ സ്വീകരിക്കുക. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, അവർക്ക് വേണ്ട എല്ലാ സ്വീകാര്യതമായ വസ്തുക്കളും, അവർക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും മദീനക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മദീനക്കാർ അവർക്ക് വേണ്ടി നൽകി. അതുകൊണ്ടാണ് ആ മദീനക്കാർക്കുള്ള പേര് അൻസ്വാറുകൾ എന്നാണ്, സഹായികൾ. അൻസ്വാറുകൾ എന്നാണ്. ആനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പോലെ, സഅദ് റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബികൾ, അങ്ങനെ പല സഹാബിമാരും അവർക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു. അവർക്ക് പറയുന്ന പേരാണ് അൻസ്വാറുകൾ, സഹായികൾ എന്നുള്ളത്. ഇതേപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയവരെ കുറിച്ചാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി നിന്ന് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. മറ്റുള്ളവരൊക്കെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ആ സദസ്സിലേക്ക് കടന്നു വന്നു. അപ്പൊ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അള്ളാഹു റസൂൽ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഉടനെ തന്നെ ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഖുർആൻ ഓതുകയാണ്. ഒരാൾ ഖുർആൻ ഓതുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞു, ആ ആളോട് വീണ്ടും ഖുർആൻ ഓതാൻ ഞാനും നിങ്ങളെ കൂടെ ഇരിക്കട്ടെ. അങ്ങനെ നബി തങ്ങൾ ആ സംഘത്തിൽ ഇരുന്നു എന്നാണ്. രാത്രി ആയതുകൊണ്ട് എത്ര ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയില്ല എന്ന് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയാം. രാത്രി ആയതുകൊണ്ട് അപ്പൊ റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതും അത് കേൾക്കുന്നതും ഇഷ്ടമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നരകത്തെക്കുറിച്ച് പറഞ്ഞ ഭയാനകരമായ അവസ്ഥകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് അള്ളാഹു ചില നിബന്ധനകൾ, ചില വാക്കുകൾ വളരെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. നിസ്സാരമായ വാക്കുകളെ കൊണ്ടാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ, കൊതുകിനെ ഉപമിച്ച് അള്ളാഹു റസൂൽ പറഞ്ഞു. അള്ളാഹു പറയാൻ കൊതുകിനെ പോലും ഉദാഹരിച്ച് കാട്ടാൻ തീർച്ചയായും അള്ളാഹു ലജ്ജിക്കുന്നില്ലേ എന്നാ ചോദിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖ്, അള്ളാഹുമായി ഉറപ്പിച്ചു കഴിഞ്ഞ കരാറുകൾ ലംഘിക്കുന്നവർ, കൂട്ടിച്ചേർക്കാൻ അള്ളാഹു കൽപ്പിച്ചതിനെ ഒഴിച്ചു കളയുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരുമാണ്. അള്ളാഹുമായിട്ടൊരു കരാറുണ്ട്, പടച്ച തമ്പുരാനെ വിശ്വസിച്ചു എന്നുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ്, വിഗ്രഹാരാധനയെ ഭാഷിച്ചുകൊണ്ട് അതിനെ അള്ളാഹു ചിലന്തി വലതിയോട് ഉപമിച്ചല്ലോ. അപ്പോൾ ജൂതന്മാര് പറയുകയാണ്, ഈച്ചയെക്കാളും, ഈച്ചയെ കൊണ്ടും ചിലന്തിയെ കൊണ്ടുമാണോ അള്ളാഹു ഉദാഹരണം കാട്ടാൻ മാത്രം എന്ത് വിലയാണുള്ളത്? ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആയത്തിറങ്ങുന്നത്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അവര് പരാജിതരാണ്. അള്ളാഹുവിന്റെ ഉടമ്പടിയെ ലംഘിച്ചവർ, പടച്ച തമ്പുരാനുമായിട്ടുള്ള കരാറ് പൊളിച്ചവരുണ്ടല്ലോ. അള്ളാഹുമായിട്ട് കരാർ ഉറപ്പിച്ചവർ എന്നതിന് പല വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ഏക ദൈവത്വവും പ്രവാചകത്വവും സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥമായ ബാധ്യത. അതൊരു വിധത്തിൽ അള്ളാഹുവിനോട് ചെയ്ത ഒരു കരാറാണ്. എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കുക, നിങ്ങളോട് ചെയ്തത് ഞാനും പാലിക്കാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫദ്കുറൂനി അദ്കുറുകും വശ്കുറൂനി വലാ തക്ഫുറൂൻ. അല്ലാഹു തആല പറയാ, നിങ്ങൾ എന്നോട് കാണിച്ചൊരു കരാറുണ്ട്, നിങ്ങൾ എന്നോട് ഏറ്റൊരു കരാറുണ്ട്, അത് നിങ്ങൾ പാലിച്ചാൽ നിങ്ങളോട് ഏറ്റ കരാറ് ഞാനും പാലിക്കും. ഇത് രസത്തിലാ പറഞ്ഞു, നിങ്ങൾ എന്നോട് കാണിച്ചത് ഞാൻ നിങ്ങളോട് കാണിക്കും.
നിങ്ങൾ എന്നോട് കാണിച്ച ആ ഒരു കരാറുണ്ടല്ലോ, ഒരു ബാധ്യത, ആ കരാർ, എന്നോട് ചെയ്ത കരാർ നിങ്ങൾ പാലിക്കുക, നിങ്ങളോട് ചെയ്തത് ഞാനും പാലിക്കും എന്ന് അല്ലാഹു പറഞ്ഞത് സുബ്ഹാനല്ലാഹ് വലിയ അത്ഭുതമാണ്. ഈ അടിസ്ഥാനത്തിലാണ് ഒരു മുന്നറിയിപ്പുകാരൻ വന്നാലും തീർച്ചയായും തങ്ങൾ അയാളെ പിൻപറ്റിക്കൊള്ളണമെന്ന് അവർ സത്യം ചെയ്തത്. ഈ കരാറിൽപ്പെട്ടു ഇതൊക്കെ പിന്നീട് അവർ ലംഘിക്കുകയായിരുന്നില്ല. പിന്നീട് അതൊക്കെ ലംഘിച്ചു, അതൊന്നിനും ഒരു വിലയില്ലാതെയായി. സുബ്ഹാനല്ലാഹ്, മനുഷ്യവർഗം കേവലം ഒരാൾ മാത്രമായിരിക്കെ അവരുടെ അതിപിതാവായ ആദമിന്റെ മുതുകിൽ വെച്ച് അല്ലാഹുവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ട സംഭവത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ കരാർ എന്താ? അത് സൂറത്തുൽ അഅറാഫിൽ 172 ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആദ്യം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആ പ്രപഞ്ചത്തിലേക്ക് മനുഷ്യരെ പറഞ്ഞയക്കുന്നതിന് അന്ന് തന്നെ അങ്ങനെ അല്ലാഹു തആലയും മലക്കുകളും തമ്മിൽ ഒരു സംഭാഷണം കഴിഞ്ഞ് അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു, ആദമിനെ സൃഷ്ടിച്ചു. ആ ആദമിന്റെ മുറുകിൽ ഒരു കരാർ എഴുതി വെച്ചു. എന്താ? ഈ ആദ്യ പിതാവ് ഏതൊരു അടിസ്ഥാനത്തിൽ, ഏതൊരു രാജാവിന്റെ ഏതൊരു ഖൽഖാണ് ഇതിനെ സൃഷ്ടിച്ചത്, ആ രൂപത്തിൽ തന്നെ ആവണം ഇനി വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും. ഒരു കരാർ അവിടെ എഴുതി വെച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ അഅറാഫിലെ 172 ആയത്തിൽ ആദം നബിയുടെ മുതുകിൽ അല്ലാഹു തആല എഴുതി വെച്ച കരാറാണ്. അത് യജമാനനായ റബ്ബാണ് ഈ ലോകത്തെ മുഴുവനും പടച്ചത്, ഈ പ്രപഞ്ചത്തെ പടച്ചത്. ഈ കാണുന്ന മാമലകൾ, അതിലുള്ള ആറുകൾ, പുഴകൾ, ഈ ബ്രഹ്മാണ്ഡ കടാകം മുഴുവനും സൃഷ്ടിച്ചത് അത് അല്ലാഹു തആലയാണ്. അതിന് ആർക്കില്ല. ഇതിനൊരു രാജാവുണ്ട്, നിയന്ത്രിതാവുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അമേരിക്ക കത്തുന്നത് കണ്ടിട്ട് സന്തോഷിക്കല്ല, എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരൊറ്റ മണിക്കൂറിന്റെ ഇടവേളയിലാണ് ഒരു മനുഷ്യൻ പറഞ്ഞു $150 മില്യൺ ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട ഗസയിലെ മക്കളെ മുഴുവനും ചുട്ടുകരിക്കുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്ക് പിന്നിരുമ്പോ അല്ലാഹുവിന്റെ പരീക്ഷണം വന്നില്ലേ? അങ്ങനെയാണ് അല്ലാഹു. എത്ര സംവിധാനമുള്ള നാടാണ്, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുള്ളതാണ്. ഒരു തീയൊക്കെ വന്നാൽ അത് മിനിറ്റുകളെ കൊണ്ട് അടക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ആ നാട്ടിലാണ് $1550 കണക്കിന് നാശനഷ്ടം സംഭവിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് പറഞ്ഞത്. അള്ളാഹിന്റെ പരീക്ഷണം അങ്ങനെയാണ്. പക്ഷെ അവിടെയും കുറേ മുസ്ലിമുകളുണ്ട്, അള്ളാഹുവിനെ വിശ്വസിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിനെ വിശ്വസിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കല്ല, അള്ളാഹിന്റെ പരീക്ഷണം വരുമ്പോൾ സന്തോഷിക്കല്ല. അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കല, അവിടുത്തെ പാവപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം എന്ന് പറയും. നമ്മൾ ആലോചിച്ച് ചിന്തിക്കണം. നമുക്കൊക്കെ ഇതൊക്കെ ചിന്തിക്കാനുള്ള, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്നത് ഹഖാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിനൊരു നിയന്ത്രണിതാവുണ്ട്. ഇത് ആരുടെയും കയ്യിലറിയാണ്. അത് അല്ലാഹു എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ പോക്ക്, നമ്മുടെ വരവ്, നമ്മുടെ സർവ്വതും പറയുന്ന, ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ആറ്റത്തിനേക്കാളും താഴ്ന്ന, ഉറുമ്പിനേക്കാളും താഴ്ന്നതാണ് അതിനേക്കാളും താഴ്ന്നതിന്റെ ശബ്ദം അറിയുന്ന യജമാനനായ അല്ലാഹു. ആ അല്ലാഹുവിനെല്ലാം അറിയാം. പക്ഷേ ഒരു നിയന്ത്രണം ഇതിനുള്ളത് കൊണ്ടാണ് പറഞ്ഞ വാക്കുകൾ മുറിഞ്ഞ് അവസാനിക്കുന്നതിന്റെ മുമ്പ് ആ പറഞ്ഞ വ്യക്തിയുടെ വീട് വരെ കത്തിപ്പോയി. അങ്ങനെ അത്രക്കും വളരെ നിസ്സാരമായ രൂപത്തിലാണ്. കേവലം എന്നാ തീ അവസാനിപ്പിച്ച് അപ്പോഴേക്ക് തന്നെ നല്ല പേമാരി, നല്ല ശക്തമായ മഴ. എങ്ങനെയുണ്ടാവും? തീ വെള്ളിട്ട് തീ കത്തി കഴിഞ്ഞിട്ട് മഴയും പെയ്താൽ
ആകെ ചളിയും പുളിയൊക്കെ ആയിട്ട് കടക്കാൻ വേണ്ടാത്തൊരവസ്ഥ. അള്ളാഹു ഇവിടെ നശിപ്പിക്കുമെന്ന് വാക്ക് പറയുമ്പോഴേക്ക് അപ്പുറത്ത് കൊടുക്കുക. അത് അള്ളാഹു ചില സമയത്ത് അങ്ങനെയാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് ചില ആൾക്കാർ പറയും, ചോദിച്ചത് ഈ അടുത്ത് തന്നെ ഒരു വ്യക്തിവാദി ചോദിച്ച ചോദ്യമാണ്, മൊസൈൽ എത്രയോ മക്കളെങ്ങനെ നിങ്ങളെ പഠിച്ചോ കടന്നു പറഞ്ഞാൽ ചോദിച്ചു. ഈ യുക്തിവാദികൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്ന, ഈ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ തുറക്കുന്ന ആൾക്കാർക്ക് അറിയാം. അതിലിങ്ങനെ ചില ആൾക്കാരൊക്കെ വന്നിങ്ങനെ പറയും, നിങ്ങളെ പഠിച്ചോന്നെന്താ കടന്നുറങ്ങാണോ, നിങ്ങളെ ദൈവം എന്ന് ഉറങ്ങുകയാണോ, അള്ളാഹ് എന്ന് ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കും. അത് ചിലത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് ശുഹദാക്കൾ. ആ പരീക്ഷണം അവർക്ക് അങ്ങനെ മരിക്കാം. ആ പരീക്ഷണത്തിൽ അവർ ക്ഷമിച്ചാൽ അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകുകയാണ്. ക്ഷമ എന്ന് പറയുന്നത് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഈ ക്ഷമയുടെ ഏറ്റവും വലുതെന്താ? പരീക്ഷണങ്ങൾ ക്ഷമിക്കുകയാണ് ശരീരത്തിൽ. ബദനം സ്വാബിറ, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ട, പഠിച്ചോനെ ക്ഷമയുള്ള ശരീരം തരണട്ടോ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഖൽബൻ ഖാശിയ, ആത്മാർത്ഥതയുള്ള ഹൃദയം. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരാളോട് ഒരു മഹബത്ത് ഉണ്ട്, അത് ആത്മാർത്ഥത ഉള്ളതാവണം. അല്ലെങ്കിൽ അള്ളാഹിനോടുള്ള ഇഷ്ടം, അത് ആത്മാർത്ഥത. പ്രവാചകനോടുള്ള ഇഷ്ടം, അത് ആത്മാർത്ഥത. സർവ്വതിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ ആത്മാർത്ഥത. ചെയ്യുന്ന ഇബാദത്തുകൾ, ഓത്തുകൾ, സൽക്കർമ്മങ്ങൾ സർവ്വതും ആത്മാർത്ഥത ഉള്ളതാവണം. ഹൃദയത്തിലുണ്ടോ അത് ആത്മാർത്ഥത ഉള്ളതാവണം. ഖൽബൻ ഖാശിയ വബദനൻ സബിറ വഈമാനൻ കാമില. പൂർണ്ണമായ ഈമാൻ, വിശ്വാസം ഉണ്ടാവണം. കുറച്ച് വിശ്വാസം. തോണി കയറിയ പോലെ, തോണി എങ്ങനെയാണ് ഒരു ഭാഗം കുറച്ച്, ഒരു ഭാഗം മുമ്പോട്ട്, ഇങ്ങനെ താങ്ങിയും പൊങ്ങിയും പോകുന്ന ഈമാനൻ കാമില, പൂർണ്ണമായ ഈമാൻ. വബദനം സ്വാബിറ വഖൽബൻ ഖാശിയ വലിസാനൻ ദാകിറ. പടച്ചവനേ, നിന്നെ ഓർക്കുന്ന, നിന്നെ പറയുന്ന, നിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കണം, വലിസാനൻ ദാകിറ, നിന്നെ ഓർക്കുന്ന, നിന്നെ പറയുന്ന നാവാക്കണേ അല്ലാഹ്. ഇത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യം. അപ്പൊ എന്താ പറഞ്ഞത്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് അല്ലാഹുവാണെന്നുള്ളൊരു കരാറുണ്ട്. ആ റബ്ബാണ് നമ്മുടെ യജമാനൻ. ആ റബ്ബിനോടാണ് നമ്മുടെ സാഷ്ടാംഗങ്ങൾ മുഴുവനും. നമ്മുടെ സാഷ്ടാംഗങ്ങളും നമ്മുടെ സുജൂദുകളും നമ്മുടെ തീരുമാനങ്ങൾ മുഴുവനും റബ്ബിനാണ് എന്ന വിശ്വാസം, അതൊരു കരാറാണ്. ആ കരാർ ഒരിക്കലും പൊളിച്ചു കളയാൻ പറ്റൂല എന്നാണ്. ഇനിയോ 28-ാമത്തെ ആയത്ത്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിർജീവനായിരുന്ന നിങ്ങൾക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഒന്നിനും കഴിയാത്ത, ഒരു ചലനമില്ലാത്ത, ഒരു വെറും മാംസപിണ്ഡമായ നിങ്ങളെ ജീവൻ നൽകിയത് അല്ലാഹുവല്ലേ. ഒറ്റക്കൊറ്റക്കായിട്ട് ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളില് മാസങ്ങളോളം കിടന്നിട്ട് ഭക്ഷണം തന്ന് ജീവനോടെ വളർത്തിക്കൊണ്ടുവന്നത് ആലമുൽ അർവാഹ്, ആലമുൽ ബുത്തൂന്, ആലമുൽ ദുനിയ, ആലമുൽ ഇതൊക്കെ കഴിയണ മനുഷ്യന്. ആലമുൽ അർവാഹ് കഴിഞ്ഞു, ആത്മാക്കളുടെ ലോകം. ഇവിടെ പടച്ചതും പടക്കാത്തതുമായ, എത്രയോ ജനിച്ചതും ജനിക്കാത്തതുമായ സർവ്വ അർവാഹുകളെയും അല്ലാഹു ആദ്യമേ പടച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു കുട്ടി വന്നിട്ട് കൈപിടിച്ച് മുത്തി. ആ സമയത്ത് മാലിക് ഇബ്നു ദിനാറിന്
നല്ല ബന്ധമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആലമുൽ അർവാഹ് എന്ന് പറയുന്നത് ആത്മാക്കളുടെ ഒരു ലോകമാണ്. ആ ലോകത്ത് അള്ളാഹു പടച്ചവരെയും പടക്കാത്തവരെയും സർവ്വതിനെയും അള്ള പടച്ചു. ഈ ലോകത്ത് അള്ളാഹ്ക്കൊരു കണക്കുണ്ട്, എത്ര ആള് പടക്കുന്നത്, എത്ര ആളുകളെ പടത്തു കഴിഞ്ഞാൽ. അതിന് ചെറിയ സൂചനകൾ നമ്മുടെ വയറ്റിനുള്ളിൽ തന്നെ കണഞ്ഞ് കിടക്കുന്ന 10,000 സെല്ലുകളുണ്ട്. ലക്ഷക്കണക്കിന് സെല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിനൊക്കെ ഒരുപാട് സൃഷ്ടിപ്പിന്റെ ആദ്യത്തിൽ തന്നെ അർവാഹുകൾ ഉണ്ടായിരുന്നതിന്റെ തെളിവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട ആ അർവാഹിൽ വെച്ചിട്ട് ഒന്നും അല്ലെന്ന് നമ്മള്. പിന്നെ അള്ളാഹു തആല ആലമുൽ ബുത്തൂനിലേക്ക് അലമുൽ വഹ്ർ വന്ന് വാപ്പയുടെ മുതൽ അതിൽ നിന്ന് നമ്മൾ നേരെ ആലമുൽ ബുത്തൂനിലേക്ക് ചാടുക, ഉമ്മാന്റെ വയറ്റിലേക്ക്. പിന്നെ അവിടെ നിന്ന് അള്ളാഹു തആല ആലമുൽ ദുനിയയിലേക്ക് പറഞ്ഞയക്കുക. അപ്പൊ അതാണ് നിർജീവമായിരുന്ന നിങ്ങൾക്ക് ജീവൻ നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുക. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത. എന്നിട്ടോ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. പിന്നെയും നിങ്ങളെ ജീവിപ്പിച്ചു, പിന്നെയും നിങ്ങളെ മരിപ്പിച്ചു, പിന്നെയും അള്ളാഹു തആല ജീവിപ്പിക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ. പിന്നെ അള്ളാഹുവിലേക്ക് വീണ്ടും അടുപ്പിക്കുന്നു. ദുനിയാവിൽ നമ്മൾ വന്നു, അവിടെ നശ്വരമല്ല. ഒരു വിദേശി വന്നിട്ട് ഒരു യാത്രക്കാരൻ വന്ന് ഒരു വഴിയോരത്ത് വിശ്രമിക്കുന്നത് പോലെയാണ് ദുനിയാവ് എന്നാ പറയുന്നത്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ഗാബിറു സബീൽ. നീ ദുനിയാവിലെ ഒരു വിദേശിയെ പോലെയാകുക, അല്ലെങ്കിൽ യാത്രക്കാരനെ പോവുക. യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ 9 മണിക്ക് യാത്ര തുടങ്ങിയിട്ട് 12 മണി വരെ യാത്രയായി. വണ്ടി ഓടിച്ചിട്ടൊരു വാർത്തയായി. അപ്പോൾ ഇത്തിരി നേരം വിശ്രമിക്കാൻ ഒരു സ്ഥലത്തിരിക്കും. ആ വിശ്രമത്തിൽ നമുക്കൊരു ആശ്വാസമാണ്. അതുപോലെ ചില സമയത്ത് അങ്ങനെയാണ്. ചില സ്ഥലത്ത് പോയാൽ 1, 2, 3 സ്ഥലങ്ങൾ കയറുകയും നേരം വഴുകും. അപ്പൊ അങ്ങനെ ആ 12 മണിക്കിടയിൽ ഒരു സ്ഥലത്ത് നമ്മൾ വിശ്രമത്തിനിരുന്നു. യാത്രയുടെ ഇടയിൽ ഒരു സ്ഥലത്ത് ഒന്ന് സ്വല്പ നേരം വിശ്രമിക്കാനിരുന്നു. അപ്പൊ നമുക്കൊരു ആശ്വാസമാണ്. ഇതുപോലെയാണ്, ഇടത്താവളാണ് ഈ ദുനിയാവ്. അത്രേ ഉള്ളൂ നമുക്ക്, അല്ലെ? ഇന്ന് നമ്മൾ ജീവിച്ചു, നാളെ ജീവിക്കും എന്നുള്ളതിന് ഉറപ്പില്ല. പക്ഷെ നിസ്കരിക്കുന്ന സമയത്ത് നാളെ മരിക്കും എന്ന് കരുതിയിട്ട് തന്നെ നിസ്കരിക്കണം. നോമ്പെടുക്കുമ്പോഴും അങ്ങനെ തന്നെ. ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ നാളെ നമ്മൾ ജീവിക്കൂല, യുദ്ധത്തോടുകൂടെ കഴിഞ്ഞു എന്ന് തന്നെ നമ്മളെ മനസ്സിലേക്ക് വിചാരിക്കണമെന്നാണ്. നേരെ മറിച്ച് നമ്മൾ കൊടുങ്ങല്ലൂർ വരെ ഒരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്. നമുക്കൊരു 10,000 രൂപ കിട്ടാണ്ട് നാളെ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ 10,000 രൂപ മേടിക്കാൻ പോയാൽ നമുക്ക് കിട്ടൂല. നമുക്ക് അപ്പോഴേക്ക് നാളെ മരിക്കുക എന്നുള്ള ചിന്ത ഉണ്ടായാൽ പിന്നെ എങ്ങനെ ഈ 10,000 രൂപ വരും? അപ്പൊ അള്ളാഹു റസൂൽ എത്ര സൈക്കോളജിക്കൽ ആയിട്ടാണ് ആ വാക്ക് പറഞ്ഞറിയുന്നത്. നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ നാളെ മരിക്കാതെ വിചാരിച്ചിട്ട് തന്നെ ചെയ്യണം. പക്ഷെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നാളെ ജീവിക്കാൻ വേണ്ടി തന്നെ ചെയ്യണം. ജോലി അധ്വാനങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിന് പോവുകയാണെങ്കിൽ അത് നാളെ നിങ്ങൾ ജീവിക്കും എന്ന് വിചാരിച്ചിട്ട് പോകണം. അല്ലെങ്കിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലെന്ത് ചെയ്യും? ടെൻഷനാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഒന്നുമല്ലാത്ത മനുഷ്യനെ, നിർജീവനായിരുന്ന മനുഷ്യനെ കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാത. നിർജീവനായിരുന്ന നിങ്ങൾക്ക് ജീവൻ നൽകിയ അല്ലാഹുവിനെ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? കൈഫ തക്ഫുറൂന, നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ബില്ലാ, അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? വകുൻതും അംവാത, നിങ്ങൾ നിർജീവമായിരുന്നു, നിങ്ങൾ ഒന്നും അല്ലായിരുന്നു, നിങ്ങൾ മരിച്ചവരായിരുന്നു. ഫഅഹ്യാകും, പിന്നെ നിങ്ങൾക്ക് ജീവൻ തന്നു. സുമ്മ യുമീതുകും, പിന്നെ അല്ലാഹു നിങ്ങളെ മരിപ്പിക്കുക. സുമ്മ യുഹ്യീകും, പിന്നെ അല്ലാഹു തആല നിങ്ങളെ ജീവിപ്പിക്കുക. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ പോക്ക്. എന്തൊരു രസമുള്ള ആയത്ത. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ നമ്മൾ ഈ സൂറത്തുൽ ബഖറയൊക്കെ എടുത്ത് ഓതുമ്പോൾ 56-ാമത്തെ ആയത്ത് ഇതെന്നെ ഓതിയാൽ നമ്മുടെ മരണത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു കാഴ്ചപ്പാട് ലഭിക്കും. മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വകൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന
അനുഗ്രഹങ്ങളുടെ വലുപ്പം അനുസരിച്ച് മനുഷ്യൻ അല്ലാഹുവിനോട് കാണിക്കുന്ന നന്ദികളും ധിക്കാരവും കൂടുതൽ ഗുരുതരമായി തീരുകയാ. ഒരു പിതാവ് തന്റെ പുത്രനെ ഏറെ ലാളിച്ച് വളർത്തുകയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി പരിപാലിക്കുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയിട്ടാണ് ആ മനുഷ്യ കുഞ്ഞിനെ ആ പിതാവ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പുത്രൻ പിതാവിനെ ധിക്കരിക്കുമ്പോൾ താരതമ്യേന ഗൗരവമായിട്ട് ആ വാപ്പാക്ക് മകനോട് ദേഷ്യമുണ്ടാവില്ലേ? ഇവിടെ നിഷേധികളോട് മുഖത്തടിച്ച പോലെ അള്ളാഹു ചോദിക്കുന്നത്, ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അവരെ ഉണ്ടാക്കിയ അഥവാ ജീവനില്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് ജീവനുള്ള മനുഷ്യരാക്കി മാറ്റിയ തന്നെ അള്ളാഹു അവർക്ക് എങ്ങനെ നിഷേധിക്കാനാവും? അങ്ങനെ ചോദ്യം. ശരിക്കും ജീവനില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമല്ലാത്ത ഒരു നിർജീവായിരുന്നു. ആ നിർജീവൻ ആയിരിക്കുന്ന സമയത്താണ് അല്ലാഹു തആല വീണ്ടും മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, വീണ്ടും മരിപ്പിക്കുന്നത്. ജീവനില്ലാത്ത അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ കേവലം ഒരു ശുക്ലമായിരുന്നു, ഒരു ഇന്ദ്രിയമായിരുന്നു. എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്? എന്താണ് ഇപ്പൊ ഈ ജീവനില്ലാത്തവർക്കൊന്ന് ജീവൻ തന്നു എന്ന് പറയാനുള്ള കാരണം? ഒന്നുമല്ല നമ്മള്. അതാണല്ലോ മനുഷ്യൻ ദഈഫാണ്, മനുഷ്യൻ ബലഹീനനാണെന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം. മനുഷ്യനൊന്നുമല്ല, ഒന്നുമല്ലാത്തവർത്തുന്ന മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അതിന് കല്ലും മണ്ണും മുള്ളും ഒക്കെ ഒരുപാട് സംഗതികളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് അത് പടുത്തുയർത്തുന്നത്. എന്നാൽ മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അത്ഭുതമാണ്. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന ശുക്ലം എന്ന് പറയുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ അതിനു മുമ്പുള്ളൊരു ഘടകമാകാം. ഒരവസ്ഥയിൽ നിന്ന് ഈ ഒരു സ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് അല്ലാഹുവിനല്ലാതെ മറ്റാരാണ്? ഈ ചോദ്യത്തിന് മുന്നിൽ അവർക്ക് മറ്റൊരു ഉത്തരം പറയാൻ കഴിയോ? അതിനാൽ ആ സമ്മതത്തിന്റെ മേൽ നിന്നുകൊണ്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ അല്ലാഹു സ്ഥാപിക്കുന്നത്. ഈ ഒരു അവസ്ഥ മാറി ഇനിയും തങ്ങൾ മരിച്ചു പോകുമെന്നും അങ്ങനെ ജീവനില്ലാത്ത അസ്തിത്വമില്ലാത്തവരായി തീരുമെന്നും ഒന്നുമില്ലാത്തവരായി തീരുമെന്നും വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ജീവനില്ലാത്ത അസ്തിത്വമില്ലാത്തവരായി തീരുമെന്നും അവർക്ക് ബോധ്യമുണ്ട്. ആ നിലക്കൊരു പരലോകത്തെയും പുനർജന്മത്തെയും അവർക്ക് നിഷേധിക്കാനാവുന്നത് എങ്ങനെയാണ്? ഖുർആൻ പല രീതിയിലും പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയമാണിത്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ. കൈഫ തക്ഫുറൂന, എങ്ങനെ അല്ലാഹുവിനെ നിഷേധിക്കാൻ കഴിയും? ഒന്നുമില്ലാത്ത നമ്മളെ ജീവിപ്പിച്ച് അല്ലാഹുവിനെ പിന്നെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? പിന്നെ ജീവൻ നൽകി പിന്നെയും മരിപ്പിച്ച് പിന്നെ അള്ളാഹുവിനെ പുനർജനിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ കഴിയും. കാരണം ഒന്നുമില്ലാത്ത നമ്മളന്ന് സൃഷ്ടിച്ചില്ലേ. അപ്പൊ ഈ ഒന്നുമില്ലാത്തടത്തുനിന്ന് വീണ്ടും അള്ളാഹ് എന്ത് ചെയ്യും? പുനർജനിപ്പിക്കാൻ കഴിയും. ചില ആൾക്കാർ പറഞ്ഞില്ല, മരിച്ചാൽ പിന്നെ അതോടുകൂടെ കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. പിന്നെയും ലോകമുണ്ട്, പിന്നെയും ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ബർസഖിയായ ലോകം. കാണാത്ത കാഴ്ചകളപ്പുറം കാണേണ്ടേ, സ്വർഗം മാടി വിളിക്കുന്നതോർക്കുന്നേ, മരണം വിചിന്തനമായി നീ കാണുന്നേ, റൂഹിൽ മലക്കും കണ്ട് നീ പേടിക്കുന്നേ, മലക്കൽ മൗത്തിൻ വരവ് നീ കണ്ടാല് ആർന്ന് വിളിച്ച് നിലവിളിക്കുന്നേ, ആ നിലവിളി കേൾക്കാൻ ആരുമേ ഉണ്ടാവില്ല, എന്നും നിനക്ക് തുണായിലാകണ്ടോർക്കണേ. പരിശുദ്ധ റബ്ബാണ് നമുക്കുള്ളത്, ആരുമില്ല. ജീവിതം മുഴുവനും സുഷ്മതമായി ജീവിക്കാൻ പരിശുദ്ധമായ ഖുർആൻ, അത് നെഞ്ചിലേക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരായ അടിമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയാണ് അത്ഭുതങ്ങളുടെ കലവറകളിലേക്ക്, ആയത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ നേരം പോകും. ഇൻഷാ അല്ലാഹ്
പിന്നീട് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മജ്ലിസിലൂടെയായിരിക്കും വിശുദ്ധമായ റജബിലെ അടുത്ത ആഴ്ച ആയില്ലേ? തിങ്കളാഴ്ചയായിട്ട് തിങ്കളാഴ്ച നാട്ടിൽ പോയി തിരിച്ചെത്തുമ്പോൾ നേരം